ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നൊരു റീൽ എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഞാൻ പോയി ഒരുങ്ങിയെല്ലാം സെറ്റായിട്ട് വരാം. അപ്പോൾ നമ്മൾ മണ്ടേ പോയിട്ടാണ് റീൽ എടുക്കുന്നത്. അപ്പോൾ ബാക്കി വ്ലോഗിൽ കാണിക്കാം. ഗൈസ്, അങ്ങനെ നമ്മൾ സാരിയൊക്കെ ഉടുത്ത് ഒരുങ്ങിയിട്ടുണ്ട്. പക്ഷെ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി, ഉടുത്ത് തിരിഞ്ഞു പോയി ഗൈസ്. അപ്പോൾ നമുക്കൊരു പൊട്ടൂടെ തോടാം. പൊട്ടുന്നില്ലേ? ഓക്കെ, പൊട്ടൂടെ തൊട്ടിട്ടുണ്ട്, കയ്യിൽ വളയൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു നല്ല സെറ്റപ്പ് ആയില്ലേ. ഇനി നമുക്ക് ലിപ്സ്റ്റിക് ഇടാം ഗൈസ്. കുറച്ച് ലിപ്സ്റ്റിക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ പൊട്ട് ഇത് പോതും ഗൈസ്. ഞാൻ ബാക്കി ഇട്ടിട്ട് വരാം ഗൈസ്. ഞാനങ്ങനെ ലിപ്സ്റ്റിക് ഇട്ട് സെറ്റ് ആയിട്ടുണ്ട്. എണ്ണ നുണക്കുഴി, എല്ലാവർക്കും നുണക്കുഴി. എന്റെ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് ഇവിടെ വരെ ഇങ്ങനെ കിടക്കുക. ഇപ്പുറത്തുനിന്നും ഉണ്ട് ഇങ്ങനെ. ചുമ്മാ ഒരുമാതിരി. ഏത് നുണക്കുഴിയാണ്. പിന്നെ ഒരു ഇതുണ്ടായിരുന്നു. ഇത് കണ്ടോ, ഇത് ഇവിടെ ഇപ്പഴും ഇങ്ങനെ. അപ്പൊ ഫോട്ടോ ഒക്കെ എടുക്കുമ്പോ ഫേസ് ഭയങ്കര സ്ലിം ആയ പോലെ തോന്നും. ഇപ്പൊ സെൽഫി ഒക്കെ എടുക്കുമ്പോ എന്നോടല്ലേ പറയാം, എന്റെ മുഖം ഭയങ്കര ചബ്ബി ആയിട്ടാണല്ലോ ഇരിക്കുന്നത്. പക്ഷെ ഫോട്ടോയ്ക്കകത്ത് ഭയങ്കര മെലിഞ്ഞാണല്ലോ. അതായത് കാരണം എന്താ വെച്ചാൽ ഇതാണ്. ഇതുണ്ടോ ഇങ്ങനെ. ഞാൻ ഇങ്ങനെ എടുക്കുമ്പോ ഇത്രേ കാണത്തുള്ളൂ. ബാക്കി ബ്യൂട്ടി ഉള്ളവർക്കെ നുണക്കുഴി വരച്ചു. ദൈവം വാരിക്കോഴി. കൊച്ചിന് ബ്യൂട്ടി ബ്യൂട്ടി ബ്യൂട്ടി. ഇച്ചിരി ബ്യൂട്ടി അവിടെ, ഇച്ചിരി ബ്യൂട്ടി ഇവിടെ ഗൈസ്. അങ്ങനെ സെറ്റ് ആയിട്ടുണ്ട്. വള കുറെ ഇങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ട്. കുട്ടിവള ഭയങ്കര ഇഷ്ടമാണ്. വള കുറെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. മുടി ഒന്ന് വെട്ടി കൊള്ളാല്ലേ, സെറ്റ് ആക്കാം. മുടി വെട്ടി കളഞ്ഞുകൊണ്ടൊരു നാടൻ ലുക്ക് അങ്ങ് നഷ്ടപ്പെട്ടു ഗൈസ്. അപ്പൊ റീൽ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. നല്ല രസമുണ്ടല്ലോ ഈ ലൈറ്റ് കാണുമ്പോൾ. ഭയങ്കര മഴയായിപ്പോയി. അതുകൊണ്ട് ഞാൻ വീടിന്റെ അകത്ത് കിടന്ന് 2 കുട്ട കളിക്കട്ടെ. ഓക്കെ, ഗൈസ്. അങ്ങനെ ഞാൻ ഡ്രസ്സൊക്കെ മാറി വന്നിട്ടുണ്ട്. എന്തിന്റെ സൂക്കേടായിരുന്നെന്ന് എനിക്കറിയത്തില്ല. വെറുതെ ഒരുങ്ങി. ഈ മഴയത് ഞാൻ കണ്ടായിരുന്നു ഒരുങ്ങാൻ പോകുമ്പോഴും. പക്ഷേ ഇപ്പൊ ഇതേ വെളിച്ചമൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ ഡ്രസ്സ് മാറില്ലോ. സോ അങ്ങനെ തളരാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പൊ ഞാൻ എന്റെ ഈ ഒരു വ്ളോഗിൻ്റെ അകത്ത് ഞാൻ ചിക്കൻ കറി വെക്കുന്നത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പൊ നമുക്ക് നേരെ അതിന്റെ പ്രിപ്പറേഷനിലേക്ക് പോകാം ഗൈസ്. അങ്ങനെ സവാള, ഉള്ളി, പച്ചമുളക് എല്ലാം നമുക്ക് അരിഞ്ഞ് വെച്ചിട്ട് ഞാൻ കാണിക്കാവേ. അത് അമ്മ ഓൾറെഡി ഇച്ചിരി അരിഞ്ഞൊക്കെ തന്നിട്ടുണ്ട്. ബാക്കി നമുക്ക് സെറ്റ് ആക്കിയിട്ട് കാണിക്കാം ഗൈസ്. അപ്പോ ചിക്കൻ കറി വെക്കുന്നതിന് മുമ്പ് ഭയങ്കര ക്ഷീണമൊക്കെ മാറ്റാൻ വേണ്ടി നമുക്കൊരു ഷേക്ക് അടിച്ചു കുടിക്കാം. അപ്പൊ ഞാൻ പാലിങ്ങനെ ഫ്രിഡ്ജിൻ്റെ അകത്ത് വെച്ച് കട്ടിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് ഇളകി വരുന്നില്ല. അപ്പൊ നമുക്ക് ഷാർജ ഷേക്ക് അടിക്കാം ഗൈസ്. ബൂസ്റ്റ് ആക്കിയുണ്ട്. അപ്പൊ ഞാൻ ആദ്യം ഈ പാലൊന്ന് ഇളക്കി എടുത്തിട്ട് വരാവേ ഗൈസ്. അങ്ങനെ നമ്മളിത് പാലൊന്ന് സെറ്റ് ആക്കി എടുത്തിട്ടുണ്ടേ. പാൽ ഇതിലോട്ട് ഇടാവേ. ഒരു മിനിറ്റ് എടുത്തിട്ടുണ്ട്. പാൽ ഒഴിക്കാം. വെള്ളം ഒഴിക്കണം ഇതിനകത്ത് ഇച്ചിരി. നമുക്ക് ഒരു പഴം ഇടാം. വെള്ളം ഒഴിക്കട്ടെ കുറച്ച്. നല്ല ധൈര്യത്തോട് കുറച്ച് പഞ്ചസാരയും കൂടെ നമുക്ക് ഇതിലോട്ട് തട്ടി കൊടുക്കാം. അങ്ങനെ നമുക്ക് ഇതൊന്ന് അട്ടിച്ചെടുക്കാം. അങ്ങനെ ഇത് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ടേ. നമുക്കൊരു ഗ്ലാസ്സിലോട്ട് ഒഴിക്കാവേ. അയ്യോ സൂപ്പറാ. അടിപൊളി അടിപൊളിയാണ്. എല്ലാവർക്കും കൊടുക്കട്ടെ. ആകെ ഒരു ഗ്ലാസ് ഉണ്ട്, 10 പേരുണ്ട്. അപ്പൊ അമ്മ സാധനങ്ങളെല്ലാം അരിഞ്ഞ് സെറ്റ് ആക്കി തന്നിട്ടുണ്ട്. അപ്പൊ ഞാനാണ് ഇതിന്റെ പ്രിപ്പറേഷൻ, അമ്മയാണ് അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഉള്ള പ്രവർത്തനം. സോ ഇപ്പൊ ചിക്കൻ കഴുകിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇത് ചിക്കൻ കറി വെക്കാം. ഇപ്പൊ ഗ്യാസ് ഒന്ന് കത്തിക്കാം. അത് നമുക്ക് ഇതെടുത്ത് ഇങ്ങോട്ട് വെക്കാം.
എല്ലാം എടുത്തു. പക്ഷെ കൈമൾ മാഷിന്റെ മകൻ എണ്ണ എടുക്കാൻ മറന്നുപോയി. അപ്പൊ ഞാൻ പോയിട്ട് എണ്ണ എടുത്തു തരാം. അപ്പൊ ഗൈസ് നമ്മള് പാത്രം ചൂടാക്കാൻ വേണ്ടിട്ട് വെച്ചിട്ടുണ്ട്. കുറച്ചു നേരം വെയിറ്റ് ചെയ്യണം. ഉള്ളി അരിഞ്ഞിട്ടാണെങ്കിൽ അത് നെറുകുന്നല വരെ കയറിയിട്ട് എരിയുന്നു. വെള്ളം പോയില്ലായിരുന്നു. അയ്യോ പൊട്ടും. എന്താ ഷൈട്ട് പറഞ്ഞ ഒന്നും മനസ്സിലായില്ല, പക്ഷെ കാണിക്കണം. ഇറ്റ്സ് ഓക്കേ. പൊട്ടട്ടെ. പൊട്ടിത്തെറിക്ക് ഒരു സ്പോൺസർ ഇവിടെ ഉണ്ടാകുന്നതാണ്. അത് അയാളുടെ കയ്യിൽ നിന്ന് അറിയാതെ വീണ് പൊട്ടി. എന്നിട്ട് അയാൾ ചത്തു. അങ്ങോട്ട് ചാവട്ടെ അങ്ങോട്ട്. എന്നാലേ ഇതൊക്കെ അവസാനിച്ചു കിട്ടുള്ളൂ. ഇപ്പൊ കാണത്തില്ല, ഇതിന്റെ കീഴെ നിൽക്കുന്നത് മാറി. കടുകിടാമേ. കടുക് പൊട്ടി വരുമ്പോ പച്ചമുളകും സവാളയും കൂടി ഇടാം. ഓ സാത്താനെ ദൂരെ പോ. കണ്ടാ 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 പ്രൊട്ടക്ഷൻ കണ്ടാ കണ്ടാ. പണ്ടേ അറിയാം. ഇച്ചിരി ഉപ്പൂടെ ഇട്ടിട്ട് നമുക്കൊന്ന് വഴറ്റുവാണെങ്കിൽ ഇത് പെട്ടെന്ന് വഴന്നെടുക്കും. നമുക്കിതിനി ഇങ്ങനെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണമെന്നില്ല. ഇത് മൂടി വെച്ചിട്ട് കുറച്ച് കഴിഞ്ഞ് വന്ന് നോക്കുമ്പോൾ ഇതിവിടെ സെറ്റ് ആയിരിക്കും. നമുക്കിത് അടച്ചു വെച്ചിട്ട് വേറെ പണി പിടിക്കും. അപ്പൊ ഇതിനകത്ത് ചിക്കൻ കറിക്കകത്ത് വേണ്ട സാധനം എന്താന്ന് വെച്ചാല് തക്കാളി, കരിയാപ്പില, പിന്നെ വെളുത്തുള്ളി, ചുവന്നുള്ളി, ഇഞ്ചി, പിന്നെ സവോളയും പച്ചവളവും നമ്മൾ വഴറ്റുന്നുണ്ട്. പിന്നെ പൊടികളായിട്ട് നമ്മൾ ചേർക്കുന്നത് മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, മീറ്റ് മസാല, ചിക്കൻ മസാല, ഗരം മസാല, ഇതൊക്കെയാണ്. പിന്നെ മറ്റേ സ്പൈസസ് ഒക്കെ ചേർത്ത് ഉണ്ടാക്കുന്നവർക്ക് അങ്ങനെ ചെയ്യാം. ഞാനിപ്പോ അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല. അപ്പൊ ഞാൻ ഇതിൻ്റെ അകത്ത് വെള്ളം അധികമായിട്ട് ഒഴിക്കുന്നില്ല, വെള്ളമേ ഒഴിക്കുന്നില്ല. ചിക്കനിൽ നിന്നുള്ള വെള്ളത്തിലാണ് നമ്മൾ ഈ ചിക്കൻ കറി വെക്കാൻ പോകുന്നത്. നമ്മൾ വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് ഇളക്കിക്കൊണ്ട് നിൽക്കേണ്ട കാര്യമില്ല, കാരണം നമ്മൾ അവിടെ വെച്ചിട്ട് പോയാൽ മതി, തന്നെ അത് വഴന്നു വരും. നമുക്ക് തുറന്നു നോക്കാവേ. ഓക്കെ, നല്ലപോലെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് തക്കാളി, ടൊമാറ്റോ പിക്കിളെത്തി. ടൊമാറ്റോയോ? ഇത് നാരങ്ങ. ഓക്കെ, അപ്പൊ നമുക്ക് ടൊമാറ്റോയും കൂടെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ അതിന് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം, തൂവി കൊടുക്കാറ്. ചിക്കൻ നമ്മൾ ഓൾറെഡി മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഇനിയിപ്പം എല്ലാ സാധനവും കുറച്ച് ഇട്ടാൽ മതി. ഇതിലോട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ നമ്മൾ ചതച്ച് വെച്ചിട്ടുണ്ട്, അതുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോ തക്കാളി നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഒന്നെങ്കിൽ ഇതിനകത്ത് തൈര് ഒഴിക്കാം, അല്ലെങ്കിൽ തക്കാളി. രണ്ട് പുളിക്ക് വേണ്ടിയിട്ടാണ്. അയ്യോ, മുളകി തൊട്ടിട്ട് അറിയാതെ ഇവിടെ നിന്ന് രണ്ട് പുളിക്ക് വേണ്ടിയിട്ടാണ് ചേർക്കുന്നത്. അപ്പൊ ഞാൻ കുറച്ച് തൈരും ഒഴിക്കണമെന്ന് പ്ലാൻ ഉണ്ട്. വഴന്ന പത്തിന്ന് കുറച്ച് വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ ഈ വെള്ളത്തിൽ ഇത് ജസ്റ്റ് ഒന്ന് വേകട്ടെ, അപ്പൊ കുറച്ചുകൂടെ ടേസ്റ്റ് കിട്ടും. നമ്മുടെ സവാളയും തക്കാളിയും എല്ലാം നല്ല രീതിയിൽ നല്ല പേസ്റ്റ് പോലെ വഴന്ന് വന്നിട്ടുണ്ട്. ഇതാണ് അതിന്റെ ഒരു പരിവ് എന്ന് പറയുന്നത്. നമുക്ക് ഇതിലോട്ട് ഓരോരോ പൊടികൾ വീതം ഇടാവേ. ഗൈസ്, മഞ്ഞപ്പൊടി ഇതിന്റെ ഒരു കണക്കായിട്ടില്ല, എല്ലാം കണക്കല്ലേ. ഓക്കെ, മല്ലിപ്പൊടിയാണ്, മല്ലിപ്പൊടി ഇടാം. പിന്നെ നമുക്ക് കുറച്ച് റെഡ് ചില്ലി പൗഡർ ഇടാം. എരിവും ഇത് കാശ്മീരിയാണ്, അപ്പൊ അതിനകത്ത് കുറച്ച് കളർ കൂടുതലും എരിവ് കുറച്ച് കുറവായിരിക്കും, സോ അതിടാം. ഇനി മെയിൻ ആയിട്ട് ചിക്കൻ മസാല, കുറച്ച് ലെമൺ, സ്ക്യൂസ് ഓഫ് ലെമൺ. ചിക്കൻ മസാല അല്ലേ? ഓക്കെ, അപ്പൊ ഞാൻ മീറ്റ് മസാല എന്ന് ഫസ്റ്റ് പറഞ്ഞായിരുന്നു. ആക്ച്വലി മീറ്റ് മസാല ഇട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, പറഞ്ഞതിന്റെ പേര് ഒരു കുറച്ച് മീറ്റ് മസാല.
ഞാൻ നിങ്ങളെ കാണിക്കുന്നതേ ഉള്ളൂ കേട്ടോ, ഞാൻ ആക്ച്വലി ഇടുന്നില്ല. ഓക്കെ, ഇനി നമുക്ക് ഇതൊന്ന് ഇളക്കാതെ. ഫ്ലേവർ ഈ സവാളയിലും പച്ചമുളകിലും ഒക്കെ ഒന്ന് പിടിക്കണം. ഓക്കെ, ഉപ്പ് ആദ്യം ഞാൻ ഇട്ട് കൊടുത്തായിരുന്നു, ഇനി ഉപ്പിന്റെ ആവശ്യമില്ല. നമുക്ക് ഈ ഗ്രേവി ഒന്ന് കഴിച്ചു നോക്കാം, എല്ലാം കറക്റ്റ് ആവട്ടെ. ഇങ്ങോട്ട് നോക്കാം. എല്ലാം ഞാൻ കുറച്ചുകൂടെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്, എനിക്കെല്ലാം ഇച്ചിരി ടോപ്പായിട്ട് നോക്കണം, എല്ലാം ഇച്ചിരി കൂടുതൽ. ഓക്കെ, പിന്നെ സെറ്റ് ആയിരിക്കും. നമുക്ക് ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഗൈസ്, അപ്പൊ നമുക്ക് ഇതിലേക്ക് ചിക്കൻ തട്ടി കൊടുക്കാം. വണ്ടി ഓക്കെ, ഇട്ട് കൊടുക്കാം. ഈ ചിക്കനിൽ നിന്ന് ഇപ്പൊ തന്നെ വെള്ളം ഇറങ്ങി. ഇട്ട് കൊടുക്കാം. ഒട്ടും വെള്ളം ഒഴിച്ചിട്ടില്ല കേട്ടോ. ഇത് മസാല പുരട്ടി വെച്ചപ്പോ ചിക്കനിൽ നിന്ന് തന്നെ ഇറങ്ങിയ വെള്ളമേ ഉള്ളൂ, അല്ലാതെ നമ്മൾ എക്സ്ട്രാ വെള്ളം ഒന്നും ആഡ് ചെയ്തിട്ടില്ല. പത്ത് 15 മിനിറ്റ് വേവിക്കണം. അപ്പൊ അതിൻ്റെ അകത്ത് വെള്ളം ഇറങ്ങും. ദെൻ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കൊരു അരമണിക്കൂറൂടെ വെച്ചെടുത്ത് നമ്മുടെ ചിക്കൻ കറി സെറ്റ് ആവും. അപ്പൊ നമുക്ക് ഇനി അത് തുറക്കുമ്പോ കാണാം. കടയിൽ പോയിട്ട് കുറച്ച് കപ്പ മേടിച്ചിട്ട് വരാവേ. അപ്പൊ നമുക്ക് കട വരെ പോകാം ഗൈസ്. ചേട്ടാ 2 കിലോ കപ്പ വേണം. അപ്പൊ നമുക്ക് കപ്പ മേടിക്കാതെ, നല്ല മഴയൊക്കെ ഉണ്ട്. അപ്പൊ നമ്മള് കപ്പ മേടിച്ചിട്ടുണ്ട്. ഇനി ജിപേ ചെയ്തിട്ട് കാണാവേ. ചിക്കൻ കറി ഇപ്പൊ റെഡി ആയിട്ടുണ്ട്. അതിന്റെ ഇടയ്ക്ക് നമ്മൾ കടയിൽ പോയി കപ്പ എല്ലാം മേടിച്ചോളൊന്ന് അരിഞ്ഞെല്ലാം വെച്ചിട്ടുണ്ട്. ഇനി കപ്പയും കൂടെ വേവിക്കണം. അപ്പൊ ഫൈനലായിട്ട് നമുക്ക് ചിക്കൻ കറിയിലോട്ട് കുറച്ച് കരിയാപ്പില ഗാർണിഷ് ചെയ്യാം ഗൈസ്. ചിക്കൻ കറി നമ്മൾ ഓഫ് ചെയ്യാൻ വേണ്ടിട്ട് പോകണം. ഇതാണ് ചിക്കൻ കറിയുടെ ഒരു ഫൈനൽ ലുക്ക് ഗൈസ്. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാവേ. അപ്പൊ ഒട്ടും ഇതിനകത്ത് വെള്ളം ഒന്നും ഒഴിച്ചിട്ടേ ഇല്ല, കാരണം ചിക്കനിൽ നിന്ന് ഇറങ്ങിയ വെള്ളം മാത്രമാണ് കേട്ടോ. അപ്പൊ അതിനകത്ത് കിടന്ന് വെന്തത് കൊണ്ട് ആ ചിക്കൻ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് വന്നിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ നമുക്ക് കഴിച്ച് നോക്കിയിട്ട് അത് പറയാം. നമുക്ക് കപ്പ വേവിക്കാവേ. കപ്പയും ചിക്കൻ കറിയും റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് കഴിച്ചു നോക്കാവേ. ജീവനുണ്ട്. ഇത്രയും മതി. ഇത് ഓഫ് ആക്കിയിട്ട് ബാക്കിയില്ല. നമുക്ക് കുറച്ച് കപ്പ എടുത്തിട്ടുണ്ട്, കുറച്ച് ചിക്കൻ കറി നമ്മൾ വെച്ചിട്ട് രക്ഷയില്ലാട്ടോ ഗൈസ്, അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ അതിൻ്റെ അകത്ത് എക്സ്ട്രാ വെള്ളമോ കാര്യങ്ങളോ ഒന്നും ഒഴിച്ചിട്ടില്ലല്ലോ. അപ്പൊ നല്ല തിക്കായിട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ പോയിട്ട് കപ്പയും ചിക്കനും ഒക്കെ കഴിക്കട്ടെ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ
ടാറ്റാ.